മണാലിയിലെ മൂന്നാമത്തെ ദിവസം നമ്മളിന്ന് ജോഗിനി വാട്ടർഫോൾസാണ് കാണാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡിയായിട്ട് ഞാൻ എൻ്റെ ബാൽക്കണിയിലൊക്കെ ഒന്ന് പോയി. പിന്നെ നേരെ നമ്മുടെ ട്രാവലർ എടുത്ത് ജോഗിനി വാട്ടർഫോൾസിൻ്റെ ആ ഒരു ഏരിയയിലേക്കാണ് പോയത്. ഇത് നമ്മുടെ മണാലിയിലെ വസിഷ്ഠ വില്ലേജിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ജോഗിനി വാട്ടർഫോൾസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് രാവിലെ തന്നെ ട്രക്കിങ്ങിന് പോകുന്ന വഴിയിൽ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളവും സ്നാക്സും കരുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പോകുമ്പോൾ അവിടെയുള്ള കുറേ ഡോഗുകളും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിയിൽ നമുക്ക് അവിടെയുള്ള കുറേ മനുഷ്യരെ കാണാൻ പറ്റി. ഇവരുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരുന്നു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. നല്ല ആപ്പിൾ തോട്ടങ്ങളും അതുപോലെ പൈൻ ഫോറസ്റ്റുകളും അതുപോലെ നല്ല മലകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം അത്യാവശ്യം നല്ല ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ കാണാൻ പറ്റി. ആപ്പിളൊക്കെ ചെറുതായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നോക്കുകയൊക്കെ ചെയ്തു. നമുക്ക് പറിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളുടെ യാത്ര വീണ്ടും തുടങ്ങുകയാണ്. പോകുന്ന വഴിക്ക് നമുക്കിതാ കുറേ നല്ല മഞ്ഞു മലകളെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ചെറിയ ചെറിയ അരുവികളൊക്കെ ഉണ്ടായിരുന്നു താഴെ. പിന്നെ അവിടുത്തെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. വീടൊക്കെ കാണാനൊക്കെ നല്ല പ്രത്യേകമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കല്ലുകളൊക്കെ വെച്ചിട്ടായിരുന്നു വീടുകൾ. ആക്ച്വലി ഞാനും വിഷ്ണു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് നമ്മൾ ഇന്നത്തെ ഒരു ഡേ നമ്മൾ കുളു ആയിരുന്നു പ്ലാൻ ചെയ്തത് ആക്ച്വലി. പക്ഷേ നമ്മൾ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് കുറച്ച് കപ്പിൾസിന് ഈ ഒരു ജോഗിനി വാട്ടർഫോൾസിൻ്റെ കാര്യം ഗൈഡ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ട്രക്കിംഗ് ഇഷ്ടമായത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ജോഗിനി വാട്ടർഫോൾസ് ആയിരുന്നു തേർഡ് ഡേ ചൂസ് ചെയ്തത്. അപ്പോൾ ട്രക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല വെർത്തായിട്ടുള്ളൊരു സ്ഥലമാണ് ജോഗിനി വാട്ടർഫോൾസ്. മാത്രമല്ല ഞാൻ ഈ ഒരു വാട്ടർഫോൾസിനെ കുറിച്ച് അറിഞ്ഞത് ഈ 96 മൂവിയിലെ വിജയ് സേതുപതിയുടെ ആ ഒരു സോങ്ങിലാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും പോകാനുള്ള ഒരു മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം നടന്ന് അതിൻ്റെ വാട്ടർഫോൾസിൻ്റെ താഴോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു വാട്ടർഫോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല മലമുകളിൽ നിന്നാണ് ഈ ഒരു വാട്ടർ വരുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആക്ച്വലി ഇത് നമ്മൾ സ്നോ ഒക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഇവിടെ ട്രക്കിങ് കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമുക്കത്ര പ്രശ്നം വന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ട്രക്ക് ചെയ്ത് ഏറ്റവും മുകളിൽ തന്നെ എത്തി. അവിടെ നിന്ന് കുറേ സമയം ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളെ കപ്പിൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ കുറേ പേര് വാട്ടർഫോൾസിൽ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും വളരെ സന്തോഷമായി ഈ ഒരു വാട്ടർഫോൾസിൻ്റെ താഴെ വന്ന്. നല്ല കാറ്റൊക്കെ ആയിട്ട് നമ്മുടെ മുഖത്തിങ്ങനെ ആ ഒരു വാട്ടർ ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു. ഒരു നല്ലൊരു റെയിൻബോ ഒക്കെ കണ്ട് നമ്മൾ നേരെ വസിഷ്ഠ വില്ലേജിലേക്ക് പോവുകയാണ്. വസിഷ്ഠ വില്ലേജിൽ അവിടെ നമുക്ക് കുറേ ടെമ്പിൾസൊക്കെ കാണാനുണ്ട്. പിന്നെ അവിടെ മണികരൺ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ട് സ്പ്രിങ്ങിൻ്റെ ഒരു സംവിധാനമുണ്ട്. അത് നമുക്ക് ഗൈഡ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ മണികരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഏത് തണുപ്പായാലും ഏത് മഞ്ഞ് വീഴ്ചയുള്ള സമയമാണെങ്കിൽ പോലും അവിടെ നല്ല ചൂട് വെള്ളമാണ് വരിക. അപ്പോൾ അത് നമുക്ക് സ്ത്രീകൾക്കും അതുപോലെ പുരുഷന്മാർക്കും സെപ്പറേറ്റ് കുളിക്കാനൊക്കെ ഉള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ ആദ്യം പോയത് ഒരു ശ്രീരാം മന്ദിരത്തിലായിരുന്നു. ഇവിടുത്തെ ടെമ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രത്യേക ആർക്കിടെക്ചർ, ഒരു വുഡൻ ഒക്കെ ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറായിരുന്നു. മാത്രമല്ല നല്ല ക്ലീനായിരുന്നു. ഒരു പൊട്ടി പോലും കാണാൻ പറ്റില്ല. പിന്നെ എല്ലാ ടെമ്പിളും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും നമ്മളെ നാടുമായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് കാണാനുണ്ട്. നല്ല ഭംഗിയായിട്ടായിരുന്നു ഇവിടുത്തെ ആർക്കിടെക്ചറൊക്കെ. നല്ല കുത്തുപണികളും മരം കൊണ്ട് കുറേ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ശ്രീരാം ടെമ്പിളിൽ പോയി, അതുപോലെ ഒരു ശിവപാർവതി ടെമ്പിളിൽ പോയി. അത് കഴിഞ്ഞ് മണികരൺ ആ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ നമുക്ക് ക്യാമറ അലൗഡല്ല. അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ കുറേ സമയം നമ്മൾ പീസ്ഫുള്ളി അവിടുത്തെ ഒരു കാറ്റൊക്കെ കിട്ടി ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് അവിടെ തൊട്ട് താഴെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് സെൻറ്ററും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി മാഗിയൊക്കെ ഉണ്ടായിരുന്നു, ലസ്സി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് നമ്മളുടെ ലാസ്റ്റ് ഡേ ഓഫ് മണാലി ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. ശരിക്കും അടിപൊളിയായിരുന്നു ഈ ഒരു ട്രക്കിംഗ്. ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ശരിക്കും വെറുത്തായിരുന്നു. കാരണം നമുക്ക് മൂന്ന് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും
മണാലിയിലേക്ക് ഇനി നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്തോളൂ. താങ്ക് യു.